Hello students, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന മൊഡ്യൂളിലുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഞാനൊന്ന് വായിക്കാം. The technology used in optical disc is dash. ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് റിഫ്ലക്റ്റീവ്, റിഫ്രാക്റ്റീവ്, ലേസർ ബീം, ഡിഫ്രാക്ഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി ഏതാന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ പിറ്റ് എന്ന് കാണാം, അതുപോലെ തന്നെ ഈ ഒരു ഹൈ പൊസിഷൻ നിങ്ങൾക്ക് ലാൻഡ് എന്ന് കാണാം. ഇതൊരു സിഗ്നലിന്റെ സ്ട്രക്ചർ പോലെയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലെ ലാസ്റ്റ് പോർഷൻ ആണ് പിറ്റ്, ദെൻ ഈ ഹൈ പോർഷൻ വരുന്നത് ലാൻഡ് എന്ന് ആയിരിക്കും. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഒപ്റ്റിക്കൽ ഡിസ്കില് എന്താ നമ്മൾ ലേസർ ബീം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലേസർ ബീമിനുള്ള ലൈറ്റ് ആണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം പോളികാർബണേറ്റ് പ്ലാസ്റ്റിക് ഈ ഒരു ഏരിയയില് പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഏരിയയിലോട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ അപ്ലൈ ചെയ്ത് വിടുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അലൂമിനിയം എന്താ റിഫ്ലക്റ്റീവ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്, അലൂമിനിയം ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ അലൂമിനിയത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കവർ ചെയ്തിട്ട് ഒരു അക്രിലിക് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസും ഉണ്ട്. അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മൾക്കൊരു ലേസർ ബീം എന്ത് ചെയ്യാണ്, ഈ ഒരു അലൂമിനിയം അലൂമിനിയം കോട്ട് ചെയ്ത ഏരിയയിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും. അവിടുന്ന് തിരിച്ച് എങ്ങോട്ടേക്ക് വരും, ഈ ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ലൈറ്റ് എന്ത് ചെയ്യും, തിരിച്ച് ഒരു ഫോട്ടോ ഡിറ്റക്ടറിലോട്ട് വരും. അപ്പോ ഈ ഫോട്ടോ ഡിറ്റക്ടർ ആണ് ഡിറ്റക്ട് ചെയ്യുന്നത് നമ്മുടെ ഡാറ്റേന. ഈ ഫോട്ടോ ഡിറ്റക്ടർ മെയിൻ ആയിട്ട് രണ്ട് രീതിയിലുള്ള നമ്മുടെ ഡാറ്റേനെ നമുക്ക് എന്താ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ അത് എന്തായിരിക്കും, ബൈനറി ഡിജിറ്റ് 1 ആയിരിക്കും, അല്ലെങ്കിൽ അത് ബൈനറി ഡിജിറ്റ് 0 ആയിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട വേറൊരു കാര്യമുണ്ട്. എന്താ പറയണ്ടേ, അപ്പോ ഇത് നമ്മുടെ പിറ്റ് ഏരിയ, ഇത് നമ്മുടെ ലാൻഡ് ഏരിയ. അപ്പോ നമ്മുടെ ഈ ലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോ ഹിറ്റ് ചെയ്ത് ഇവിടെ ടച്ച് ചെയ്ത് തിരിച്ച് എങ്ങോട്ട് വന്നേ, ഈ ഫോട്ടോ ഡിറ്റക്ടറിലോട്ട് വന്നേ. ഇവിടെ ലേസർ ബീം ഉണ്ട്. അപ്പോ ഈ ലേസർ ബീം എന്നുള്ള ലൈറ്റ് എവിടെ ഹിറ്റ് ചെയ്ത്, ഈ പിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡാറ്റ ഏരിയയിൽ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് ഈ ഒരു ഫോട്ടോ ഡിറ്റക്ടറിലോട്ട് വരും. അപ്പോ ഈ എന്താ പറയണ്ടേ, എല്ലാം നമ്മളിപ്പോ കൊടുക്കുന്ന ലേസർ ബീം എല്ലാം പിറ്റ് ഏരിയയിൽ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് ഫോട്ടോ ഡിറ്റക്ടറിലോട്ടാണ് വരുന്നതെങ്കിൽ ആ ഡാറ്റ എന്തായിരിക്കും, ഈ ഡാറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, ബൈനറി ഡിജിറ്റ് 0 ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോ കൊടുക്കുന്ന എന്താ പറയണ്ടേ, ലേസർ ബീം എല്ലാം ലാൻഡിൽ ടച്ച് ചെയ്ത് തിരിച്ച് ഫോട്ടോ ഡിറ്റക്ടറിലോട്ട് വരിക. അതും എന്തായിരിക്കും, ബൈനറി ഡിജിറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് ബ്രൈറ്റ് സ്പോട്ട് ആയിരിക്കും അത്. ദെൻ നമ്മുടെ ഈ ഒരു എന്താ പറയുക ലേസർ ബീം ഒരു പിറ്റ് ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്ത് പിന്നെ എന്താ അടുത്തതും ഈ ഒരു ഏരിയ, ഈ ലാൻഡിന്റെ ഈ ഒരു സിംഗിൾ ഈ ഒരു വരയിലെ ഇവിടെയാണ് നമ്മുടെ ലൈറ്റ് ടച്ച് ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും, ഒരു ഡാർക്ക് സ്പോട്ട് ആയിരിക്കും. എന്താണ്, 1, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 1 ആയിരിക്കും. അതൊരു ഡാർക്ക് സ്പോട്ട് ആയിരിക്കും. ഇത് ബൈനറി 0 ആയിരിക്കും, ഇതും ബൈനറി 0 ആയിരിക്കും. അത് ബ്രൈറ്റ് സ്പോട്ട്. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു ലേസർ ബീം ടെക്നോളജി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഒപ്റ്റിക്കൽ ഡിസ്കില് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോ കിട്ടിയ ഡാറ്റയെ ഒന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്ത് ഡാറ്റയാ, ബൈനറി ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ എന്തായിരിക്കും, 0 ആയിരിക്കും, ഇവിടെ 1 ആയിരിക്കും, ഇവിടെ 0 ആയിരിക്കും, ഇവിടെ 0 ആയിരിക്കും, ഇവിടെ 1. ഈ ഒരു സ്ട്രേറ്റ് ലൈൻ പൊസിഷനിൽ 1 ആയിരിക്കും, ദെൻ ബാക്കി 0 1 0 0 1 ഇങ്ങനെ പോകും. അതായത് ഇത് പിറ്റ് ഏരിയ, ഈ പിറ്റ് ഏരിയയിലാണ് ലേസർ ബീം ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും വാല്യൂ 0, അതായത് ബ്രൈറ്റ് സ്പോട്ട് ആയിരിക്കും ഇത്. ദെൻ ഈ 1 ആണെങ്കിൽ അതെന്തായിരിക്കും, ഡാർക്ക് സ്പോട്ട്. അത് ഈ പിറ്റിന്റെയും ലാൻഡിന്റെയും ഇടയ്ക്കുള്ള ഒരു പൊസിഷൻ ഇല്ലേ, അതിനാണ് ഹിറ്റ് ചെയ്യുന്നത്. ഈ ഒരു സ്ട്രേറ്റ് ലൈനാണ് നമ്മുടെ ലേസർ ബീം ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് കറസ്പോണ്ട് ആയിട്ട് എന്തായിരിക്കും, ഡാർക്ക് സ്പോട്ട് ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അതുപോലെ തന്നെ ലാൻഡ് ഏരിയയിൽ മാത്രമാണ് നമ്മുടെ ലേസർ ബീം ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് കറസ്പോണ്ട് ആയിട്ട് നമുക്ക് 0 ആയിരിക്കും കിട്ടുക, അതായത് ബ്രൈറ്റ് സ്പോട്ട്. അപ്പോൾ ഇതിന്റെ ഫൈനൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ദ ടെക്നോളജി യൂസ്ഡ് ഇൻ ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് പറയുന്നത് എന്താ, ലേസർ ബീം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നോക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് വായിച്ചു തരാം. ദ മാഗ്നറ്റിക് ടേപ്പ് ഈസ് എ ടൈപ്പ് ഓഫ് ഡാഷ് ആക്സസീവ് ഡിവൈസസ്. അപ്പോൾ ഇതിന്റെ ആൻസർ പറയുന്നതിന് മുന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് നോക്കാം എന്തൊക്കെയാ ഉള്ളതെന്ന്. സീക്വൻഷ്യൽ ആക്സസ് ഉണ്ട്, ഡയറക്റ്റ് ആക്സസ് ഉണ്ട്, സ്റ്റെപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ഉണ്ട്. ഇതാണ് 4 ഓപ്ഷൻസ് വരുന്നത്. അപ്പോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താ, സീക്വൻഷ്യൽ എന്നാണ് ഇതിന്റെ ആൻസർ.
എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മാഗ്നറ്റിക് ടേപ്പിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു തിൻ പ്ലാസ്റ്റിക് റിബൺ ആയിരിക്കും. എന്താ? ഒരു തിൻ പ്ലാസ്റ്റിക് റിബൺ. ഇവിടെ മാഗ്നറ്റിക് ടേപ്പിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു തിൻ പ്ലാസ്റ്റിക് റിബൺ ആയിരിക്കും. അപ്പോ ഇവിടെ എന്താ പറയണ്ടേ, ഈ ഒരു തിൻ പ്ലാസ്റ്റിക് റിബൺ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഏത് ഓർഡറിലാണോ നമ്മൾ ഡാറ്റനെ സ്റ്റോർ ചെയ്തത് ആ സെയിം ഓർഡറിലേക്ക് നമ്മൾ ഡാറ്റനെ റിട്രീവ് ചെയ്തെടുക്കുന്നത്. അപ്പൊ അവിടെ ഒരു സീക്വൻഷ്യൽ ഓർഡറിംഗ് ഉണ്ട്. ഏത് ഓർഡറിലാണോ നമ്മൾ ഡാറ്റനെ സ്റ്റോർ ചെയ്തത് കറസ്പോണ്ട് ആയിട്ട് ആ ഒരു ഓർഡർ തന്നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സീക്വൻസിൽ തന്നെ ആയിരിക്കും നമ്മൾ അതിൽ നിന്ന് ഡാറ്റനെ റിട്രീവ് ചെയ്തെടുക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ മാഗ്നറ്റിക് ടേപ്പിൽ സീക്വൻഷ്യൽ ആയിട്ടായിരിക്കും നമുക്ക് ഡാറ്റനെ റിട്രീവ് ചെയ്യാൻ വേണ്ടി പറ്റുക. സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, ഡാറ്റയെ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ മെയിൻ ആയിട്ട് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താ? സീക്വൻഷ്യൽ. മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത് എന്താ? ഒരു സീക്വൻഷ്യൽ ആക്സസ് ഡിവൈസ് ആണ്. അത് മനസ്സിലായല്ലോ. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The disk surface is divided into a number of invisible concentric circles are called. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഡ്രൈവ്സ്, ട്രാക്സ്, സ്ലിറ്റ്സ്, റെഫറൻസസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ പറഞ്ഞു തരാം എന്താന്നുള്ളത്. നമ്മുടെ ഈ ഒരു ഡിസ്ക്, അതായത് ഒരു മാഗ്നറ്റിക് ഡിസ്കിലുള്ള എന്താ പറയണ്ടേ, മാഗ്നറ്റിക് ഡിസ്കിന്റെ സർഫേസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്പർ ഓഫ് ഇൻവിസിബിൾ ആയിട്ടുള്ള കുറെ നമ്പറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കോൺസെൻട്രിക് സർക്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറയുന്ന പേര് എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഒരു ഡിസ്ക് ഉണ്ടാവും. ആ ഡിസ്കിന്, അതായത് ഡിസ്ക് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഡിസ്ക് ആട്ടോ, ആ മാഗ്നറ്റിക് ഡിസ്കിന് കുറെ ഇൻവിസിബിൾ ആയിട്ടുള്ള കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സർക്കിൾസിന്റെ പേര് നമ്മൾ എന്താണ്, ആ സർക്കിൾ, അതായത് എന്താണ് ആ സർക്കിൾസ് വിളിക്കുന്നത് പേര്, അതാണ് ഉദ്ദേശിച്ചത് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ആ ഒരു ഡിസ്കിന്റെ സ്ട്രക്ചർ നോക്കാം എങ്ങനെയാ ഉണ്ടാവുക എന്നുള്ളത്. അതും തന്നെ നമുക്ക് എന്താ പേര് നമുക്ക് മനസ്സിലാൻ വേണ്ടി പറ്റും. അപ്പോ മാഗ്നറ്റിക് ഡിസ്ക്. അപ്പൊ ഇവിടെ നോക്കുക നിങ്ങള്, ഇവിടെ എന്താ, ഇവിടെ നമ്മുടെ ഒരു ഡിസ്ക് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിസ്കിനെ കുറെ സർക്കിൾസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഒരു ഏരിയ, ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം എന്തൊക്കെയാ ടേംസ് വരുന്നതെന്നുള്ളത്. അപ്പൊ നോക്ക്, ഇവിടെ ഇതാണ് നമ്മുടെ ഡിസ്ക് എന്ന് പറയുന്നത്. ഡിസ്കിന് നമ്മൾ കുറെ സർക്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഔട്ടറിലുള്ള ഈ ഒരു സർക്കിൾ ഇല്ലേ, അതായത് ഈ ഒരു സർക്കിൾ, ഔട്ടർ മോസ്റ്റ് ലെയറിൽ ഒരു സർക്കിൾ ഉണ്ട്. അതിന് ചുറ്റിനും ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ നിൽക്കട്ടെ. അല്ലാണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു സർക്കിൾ ഉണ്ട്. അതായത് ഒന്ന് ഈ സർക്കിള്, ഓക്കെ, ദെൻ എന്താണ് ഈ സർക്കിള്. ഈ രണ്ട് സർക്കിളിനെയും ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്മോൾ പോർഷൻ ആണ് ഇത് എന്ന് പറയുന്നത്. അപ്പോ ഈ ഔട്ടർ മോസ്റ്റ് സർക്കിൾ എന്ന് പറയുന്ന പേരാണ് ട്രാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ട്രാക്ക്. അതുപോലെ തന്നെ ഈ ഒരു സർക്കിളും എന്താ പറയാ, ട്രാക്ക്. ദെൻ ഈ രണ്ട് ട്രാക്കിനെയും തമ്മിൽ എന്താ പറയുക, ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു സ്മോൾ ഗ്യാപ്പിനെ പറയുന്ന പേരാണ് ഇന്റർ ട്രാക്ക് ഗ്യാപ്പ് എന്ന് പറയുന്നത്.
ദെൻ എന്താ ഒരു കംപ്ലീറ്റ് സർക്കിളിനെ തന്നെ പിന്നെയും കുറെ സ്പ്ലിറ്റ്, അത് കണ്ടോ, ഈ ഒരു ഏരിയ ഉണ്ട്, ഈ ഒരു ഏരിയ ഉണ്ട്, ഇങ്ങനെ പിന്നെയും സ്മോൾ സ്പ്ലിറ്റ് വരുന്നില്ലേ? ആ ഓരോ ഇൻഡിവിജ്വൽ ഏരിയനെ പറയും സെക്ടർ എന്ന് പറയും. എന്താ പറയാ? സെക്ടർ. ദെൻ ഈ രണ്ട് സെക്ടറിന് തമ്മിലുള്ള ഈ ഒരു സ്മോൾ പോർഷനെ പറയുന്ന പേരാണ് ഇന്റർസെക്ടർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ദ ഡിസ്ക് സർഫേസ് ഇസ് ഡിവൈഡഡ് ഇൻടു എ നമ്പർ ഓഫ് ഇൻവിസിബിൾ കോൺസെൻട്രിക് സർക്കിൾസ് ആർ കോൾഡ്. അപ്പോൾ ഡിസ്കില് എന്താണ്? ഡിസ്കിന്റെ സർഫേസിലുള്ള കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾസ്. ഇവിടെ ഏതാ സർക്കിള്? ഇതല്ലേ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ള ഈ സർക്കിളിന്റെ പേരെന്താ പറഞ്ഞത്? ട്രാക്ക്. അപ്പോ ഈ ട്രാക്സ് ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഒരു ഡിസ്കിന്റെ സർഫേസിലുള്ള നമ്മൾ ഇൻവിസിബിൾ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു എന്താ സർക്കിൾ, അത് സർക്കുലർ ഏരിയ, അത് കോൺസെൻട്രിക് സർക്കിൾസ് ആണ് എന്തായിട്ട് വരുന്നത്? നമ്മളുടെ ട്രാക്സ് ആയിട്ട് വരുന്നത്. ഇത് മനസ്സിലായല്ലോ? ചിലപ്പോ എന്താ പറയണ്ടേ, ഈ സ്മോൾ ഡിസ്കുകളൊക്കെ, ചെറിയ ഡിസ്കുകളിൽ ഈ ഒരു ട്രാക്കിന്റെ സൈസ് എന്തായിരിക്കും, അല്ലെങ്കിൽ നമ്പർ എന്തായിരിക്കും, വേരി ചെയ്തോണ്ടിരിക്കും. ചെറിയ ഡിസ്ക് ആണെങ്കിൽ കുറച്ച് നമ്പർ ഓഫ് ട്രാക്സ് ആയിരിക്കും. വലിയ സർക്കിൾ ആണ്, അത് വലിയ ഡിസ്ക് ആണെങ്കിൽ അതിന്റെ ട്രാക്കിന്റെ എണ്ണം കൂടുതലായിരിക്കും. ഒരു സ്മോൾ സൈസ് ഡിസ്ക് ആണെങ്കിൽ ഒരു 40 നമ്പർ ആയിരിക്കും ഉണ്ടാവുക. ലാർജ് ഡിസ്ക് ആവുന്ന സമയത്ത് അതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? അതാണ് ഈ ഓരോ സർക്കിളിനെ പറയുന്ന പേരാണ് ട്രാക്ക് എന്നുള്ളത്. മനസ്സിലായല്ലോ? ദെൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, മാഗ്നറ്റിക് ഡിസ്ക് ഈസ് എ സീക്വൻഷ്യൽ ആക്സസ് ഡിവൈസ്. അതായത് ഇത് ഇപ്പൊ പറഞ്ഞതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ വായിച്ചത്. എന്താ? മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ ആക്സസ് ഡിവൈസ് ആണ്. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ? അതാണ് നമുക്ക് നോക്കേണ്ടത്. ഒരു മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ ആക്സസ് ഡിവൈസ് ആണോ എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അത് ട്രൂ ആണോ, അത് ഫോൾസ് ആണോ? അപ്പോ ഒരു മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത് അതൊരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസാ. എന്താ? മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത് എന്താ? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. അതുപോലെ തന്നെ ഈ ഒരു മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആക്സസ് ഉള്ള ഒരു ഡിവൈസ് ആണ് മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഡിസ്ക് ഫസ്റ്റ് എന്താ പറയുന്നത്? സ്റ്റോറേജ് ഡിവൈസ്. ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് ആക്സസ് ഡിവൈസ് ആണ്. ഡയറക്റ്റ് ആക്സസ് ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത്. ഒരു ഡയറക്റ്റ് ആക്സസ് ഡിവൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇപ്പൊ ഓരോ ലൊക്കേഷനിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്തതെങ്കിൽ ആ ലൊക്കേഷനിൽ നമുക്ക് റാൻഡം ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താ? റാൻഡം ആയിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താ? മാഗ്നറ്റിക് ഡിസ്ക് ഈസ് എ സീക്വൻഷ്യൽ ആക്സസ് എന്നല്ലേ പറഞ്ഞത്. സീക്വൻഷ്യൽ ആക്സസ് അല്ല. അതായത് ഒരു മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുമ്പോൾ അവിടെ ഡയറക്റ്റ് ആക്സസ്, ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെയുള്ള ഏത് പൊസിഷനിലുള്ള ഡാറ്റയും നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ അത് എന്തല്ല? ഒരു സീക്വൻഷ്യൽ ആക്സസ് അല്ല, അതൊരു റാൻഡം ആക്സസ് ഡിവൈസ് ആണ്. എന്താ? റാൻഡം ആക്സസ് ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? അത് ഫോൾസ് ആണ്. എന്തുകൊണ്ട്? നമ്മുടെ മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡയറക്റ്റ് ആക്സസ് ഡിവൈസ് ആണ്. അതിൽ നമ്മൾ റാൻഡ് ആയിട്ടായിരിക്കും ഡാറ്റയെ എന്ത് ചെയ്യുന്നത്? ആക്സസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ മനസ്സിലായല്ലോ? ഇതിന്റെ ആൻസർ ഫോൾസ് ആണ്. ഓക്കെ. ദെൻ നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഒപ്റ്റിക്കൽ ഡിസ്ക്? അതായത് എക്സ്പ്ലെയിൻ ചെയ്ത ക്വസ്റ്റ്യൻ. ഇപ്പോ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഒരു ഒപ്റ്റിക്കൽ ഡിസ്ക് അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഒപ്റ്റിക്കൽ ഡിസ്ക് അല്ലാത്ത ഒരു ഡിവൈസ് ഏതാന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ ഓപ്ഷൻ ഉള്ളത്? DVD ഉണ്ട്, CD ഉണ്ട്, വേം ഉണ്ട്, വിഞ്ചസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ആയിട്ട്. ദെൻ ഇവിടെ പറയുകയാണെങ്കിൽ ഈ ആദ്യത്തെ 3 എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു ഒപ്റ്റിക്കൽ ഡിസ്ക് ഡിവൈസസ് ആണ്. ഈ 3 ഡിവൈസും എന്താണ്? ഒപ്റ്റിക്കൽ ഡിസ്കിന്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ ഈ വിഞ്ചസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഹാർഡ് ഡിസ്ക് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഈ ഒപ്റ്റിക്കൽ ഡിസ്കിൽ വരുന്നതാണ് ആദ്യത്തെ DVD, CD, വേം എന്നൊക്കെ പറയുന്നതിൽ വരുന്നതാ ഒരു ഒപ്റ്റിക്കൽ ഡിസ്ക് ആയിട്ട് വരുന്നതാ. ദെൻ നമ്മുടെ വിഞ്ചസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഹാർഡ് ഡിസ്ക് ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പം ഇത്രയും ഓർത്ത് വെക്കുക.
ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. For the daily updations of exam-related notifications and question paper solutions, like our FB page and subscribe our YouTube channel. Thank you.